Dear all, my name is Josh K. Thomas. I'm a communication transmission trainer. I define fluency as the ability to speak a language continuously, naturally, and confidently from a subconscious mind. ഒരു ലാംഗ്വേജും കണ്ടിന്യൂസ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് സംസാരിക്കാനുള്ള നമ്മുടെ സ്കില്ലാണ്, നമ്മുടെ എബിലിറ്റിയാണ് ഫ്ലുവൻസി. അങ്ങനെ ഒരു ലാംഗ്വേജ് നമുക്ക് കോൺഫിഡൻസോടുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ലാംഗ്വേജ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാം ചെയ്യുക എന്നതുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, മലയാളം നമ്മുടെ മദർ ടങ്ങാണ്, നമുക്കറിയാം. മലയാളം എന്ന ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മൾ ഫ്ലുവൻ്റ് ആയത്? എല്ലാവരും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കുകയും ലിസൺ ആൻഡ് സ്പീക്ക്. നമ്മളൊക്കെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന മൊമെൻ്റ് തൊട്ട് നമ്മളൊക്കെ ജനിച്ചപ്പോൾ തൊട്ട് മലയാളം എന്ന ലാംഗ്വേജ് ലിസണിങ്ങിലൂടെ ഡയറക്റ്റായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പ്രോഗ്രാം ചെയ്തു. പക്ഷേ നമ്മളിന്ന് ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ട് ഇഷ്യൂ ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി എല്ലാവരിലേക്കും, ഈവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും ഫോർമൽ എഡ്യൂക്കേഷൻ ശേഷവും ആ ഫ്ലുവൻസി എല്ലാവരിലേക്കും വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഞാനൊരു റിസർച്ച് നടത്തിയപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നുണ്ട്, സ്ട്രക്ചേഴ്സ് പഠിക്കുന്നുണ്ട്, വേർഡ്സ് പഠിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എല്ലാവരിലേക്കും ഈ ഫ്ലുവൻസി വരുന്നില്ല? കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഫോർമേഷൻ നടക്കുന്നില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിസൺ ചെയ്യാനും സംസാരിക്കാനും ലാംഗ്വേജ് എക്സ്പീരിയൻസ് ചെയ്യാനുമുള്ള ആ അവസരം നമുക്ക് കിട്ടുന്നില്ല. ഇതിനൊരു സൊല്യൂഷനായിട്ടാണ് സൈക്കോലിംഗ്വിസ്റ്റിക് ഇംഗ്ലീഷ് ഫ്ലുവൻസി കോഴ്സ് നിങ്ങൾക്കായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് ഒരു ബിഗിനറെ സംബന്ധിച്ച് 3 ബ്ലോക്സ് ഓവർകം ചെയ്യാൻ സാധിക്കുന്നു. മെന്റൽ ബ്ലോക്ക്, ടൈം ബ്ലോക്ക് ആൻഡ് ഇൻഫർമേഷൻ ബ്ലോക്ക്. Now the question is, what is mental block? എന്നെയൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ സംസാരിക്കുമ്പോൾ മിസ്റ്റേക്സ് വരുമോ? മറ്റുള്ളവരെന്നെ കളിയാക്കുമെന്ന തോട്ട്സ്, ചിന്തകൾ നെഗറ്റീവായിട്ട് ഇങ്ങനെ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരികയും നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആകുകയും നമുക്കറിയാവുന്ന ഇംഗ്ലീഷും കൂടെ സംസാരിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. Now the second block is ടങ് ബ്ലോക്ക്. കുട്ടിക്കാലം തൊട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്ന ലാംഗ്വേജ് നമുക്കറിയാം മലയാളമാണ്. സോ നമ്മുടെ സ്പീച്ച് ഓർഗൻസ്, ലിപ്സ്, ടങ് ഒക്കെ മലയാളത്തിൽ മാത്രം പറ്റുന്ന രീതിയിൽ ഫ്രെയിം ചെയ്ത് പോളിഷ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ചില വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്കിതിൻ്റെ പ്രൊനൗൺസിയേഷൻ അറിയാം, പക്ഷെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് സൊല്യൂഷനായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് കോൺവെർസേഷൻ പ്രാക്ടീസ് ഉണ്ട്. മൂന്നാമതൊരു ബ്ലോക്കാണ് ഇൻഫർമേഷൻ ബ്ലോക്ക്. നമ്മുടെ സിസ്റ്റം പറയുന്നത് ഇൻഫർമേഷൻ പ്ലസ് ഫോർമേഷൻ ഈക്വൽ ട്രാൻസ്ഫർമേഷൻ എന്നാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആണെങ്കിൽ കോൺഫിഡൻസോടുകൂടി സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാം ചെയ്തെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റി ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ, അതുപോലെ വേർഡ്സ്, പ്രൊനൗൺസിയേഷൻ. ഈ 3 ബ്ലോക്കിനെയും ഓവർകം ചെയ്ത് നിങ്ങളെ ഒരു ഇന്റർനാഷണൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റർ ആക്കുന്ന പ്രോസസ്സാണ് സൈക്കോലിംഗ്വിസ്റ്റിക് ഇംഗ്ലീഷ് ഫ്ലുവൻസി കോഴ്സ്. If you want to know more about psycholinguistic English fluency course, please contact us for more details. Thank you so much.